അപ്പോൾ F3 വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും പിന്നെയും സ്വാഗതം. ഉദയ്പൂരിലെ വിശേഷങ്ങളൊന്നും നമ്മളുടെ അവസാനിച്ചിട്ടില്ല. ഒരുപാട് വിശേഷങ്ങൾ ഇനിയും ബാക്കിയാണ്. ഞങ്ങൾ എത്തിയ ദിവസം, അന്നേ ദിവസം രാത്രി നമുക്ക് അവിടെ ഒരു പ്രോഗ്രാം അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് രാജസ്ഥാനിലെ ഫുൾ കൾച്ചർ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടൊരു അടിപൊളി പ്രോഗ്രാമായിരുന്നു. നമുക്ക് പറയാൻ വാക്കുകളില്ല. സ്പെക്ടാക്യുലർ പ്രോഗ്രാംസ്. അങ്ങനെ ഒരു 1.5 hour 2 hour എൻറ്റയർ പ്രോഗ്രാമായിരുന്നു നമുക്കവർ ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് നല്ല സെക്ഷൻസ് എല്ലാം ഞാൻ നിങ്ങൾക്ക് ഈ വ്ളോഗ് ഫുള്ള് കാണിക്കുന്നതായിരിക്കും. ഒരുപാട് ഫോറിനേഴ്സും നമ്മളുടെ ഇന്ത്യൻ ആളുകളും ഒരുപാട് പേര് വിസിറ്റ് ചെയ്യാൻ ഞങ്ങൾ പോയ ആ സമയത്ത് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളൊരു ഡിസംബർ മന്തിലാണ് പോയത്. അപ്പോൾ എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഫുൾ ആ ഒരു കളർഫുൾ ആ ഒരു പെർഫോമൻസസൊക്കെ കണ്ട് ഇങ്ങനെ ത്രസിച്ചിരിക്കുകയായിരുന്നു. ഏത് ഡാൻസ് പെർഫോമൻസ് ആയാലും സ്കിറ്റായാലും എല്ലാം അതിൻ്റെ ഒരു പെർഫെക്ഷനിൽ അവർ ചെയ്യുന്നു എന്നുള്ളത് തന്നെയായിരുന്നു നമ്മൾ ആ കണ്ടിരിക്കുന്നതിൻ്റെ, നമ്മൾ ആ പിടിച്ചിരുത്തതിൻ്റെ ഒരു മെയിൻ ഫാക്ടർ അത് തന്നെയായിരുന്നു. ഒരു ആങ്കർ കൂടി ഉണ്ടായിരുന്നു നമുക്ക് എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്തു തരാനും. ഈ നിങ്ങൾ വീഡിയോ കാണുന്ന ഈ ഒരു ലേഡി, നമുക്ക് അവരും നല്ലൊരു രീതിയിൽ തന്നെയായിരുന്നു അവരുടെ പ്രസൻറ്റേഷനും കാര്യങ്ങളൊക്കെ. चलिए नृत्य को गुर्जर परिवार की महिलाओं द्वारा शादी ब्याह और अन्य खुशी के मौकों पर all prestigious guests you are welcome on the land of legends and culture. I welcome you all in this wonderful evening. The significance of our show Dharohar is to conserve the culture and heritage of Rajasthan. So without any further ado, let's begin our program, and first item of Dharohar is Chari dance from northern Rajasthan. നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെയല്ല
ഒരു ഫയറൊക്കെ വെച്ചിട്ട് അവർ എക്സ്പീരിയൻസ്ഡ് ആണെങ്കിലും നല്ല റിസ്ക് ഉള്ള കാര്യങ്ങളായിരുന്നു എല്ലാവരും പെർഫോം ചെയ്തുകൊണ്ടിരുന്നിരുന്നത്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ ആ ഒരു എൻറ്റയർ ഈവൻറ്റിൽ ഏറ്റവും ഇഷ്ടമായത് ഈ ഒരു ലേഡീൻ്റെ ഡാൻസായിരുന്നു. അതായത് ഫുൾ പെർഫെക്ഷനോടുകൂടി ആ ഒരു തലയിൽ വെച്ചിരിക്കുന്ന കുടം അതൊന്നും വീഴാണ്ട് ഭയങ്കര ഒരു എലഗൻസോടുകൂടി അവർ ആ ചെയ്ത ഒരു പെർഫോമൻസ് എന്ന് പറയുന്നത് സ്പെൽ ബൗണ്ടായിരുന്നു. ഇത് വൺ ഓഫ് മൈ ഫേവറേറ്റ് ആയിരുന്നു ആ എൻറ്റയർ ഷോയിൽ. നമ്മൾ കാണുന്ന പോലെയല്ല, നമ്മൾ കാണുമ്പോൾ ജസ്റ്റ് അവരങ്ങനെ ആ ഒരു കുപ്പിച്ചില്ല ക്ലോത്തിൽ കൊണ്ട് വെച്ചു. അവർ മൂവ്മെൻറ്റ്സ് ഒന്നും വല്ലാണ്ട് ചെയ്യുന്നില്ല. പക്ഷേ നമ്മൾ ആലോചിക്കണം, ആ ഒരു ഫുൾ കുടം ആ ഒരു അറേഞ്ച്മെൻറ്റോട് കൂടിയാണ് അവരത് ചെയ്യുന്നത്. അപ്പോൾ അത് അത്ര ഈസി ആയ ടാസ്കേ അല്ല. എല്ലാ പെർഫോമൻസിനും ബാക്കിൽ നിന്ന് ഇവരെല്ലാവരെയും സപ്പോർട്ട് ചെയ്യുന്ന ആ ഒരു ഓർക്കസ്ട്ര ടീം പറയാതിരിക്കാൻ വയ്യ. ആ സെക്ഷനും വളരെ നന്നായിട്ട് എക്സലൻ്റായി ചെയ്യുന്നുണ്ടായിരുന്നു. എല്ലാ പെർഫോമൻസിനെയും ഒന്നും കൂടി എൻഹാൻസ് ചെയ്യുന്നത് ഇവരുടെ ആ ഒരു കോസ്റ്റ്യൂം, ആ ഒരു ആക്സസറീസ്, ഓർണമെൻറ്റ്സ് എല്ലാമാണ്. അതെല്ലാത്തിൻ്റെയും ഒരു ബ്ലെൻഡായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ധരോഹർ ഷോ. ഇതിനെ ഫുൾ അവർ പറയുന്നത് ധരോഹർ ഷോ എന്നാണ് അതിൻ്റെ ഒരു സക്സസ് എന്ന് പറയുന്നത്. പിന്നെ ആ ഒരു ബ്രൈറ്റ് കളേഴ്സ്. राज
അപ്പോൾ ഉദയ്പൂർ വിസിറ്റ് ആരെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും ധരോഹർ പെർഫോമൻസ് ധരോഹർ ഷോ നിങ്ങൾ മിസ് ചെയ്യാൻ പാടില്ല. ഒരു മസ്റ്റ് വാച്ച് ഷോ ആണ്. അപ്പോൾ ഉദയ്പൂരിലെ കുറച്ചും കൂടി വിശേഷങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. അതുവരേക്കും ടാറ്റ.